ഇപ്പോൾ ആന പോയ വഴിയാണിത്. വനത്തിനുള്ളിൽ ആനയുടെ കാൽപ്പാടുകളുണ്ട്, ചവിട്ടി മതിച്ച പാടുകൾ ഉണ്ടോ. ആന ഇറങ്ങിപ്പോയ വഴികളാണിത്. കല്ലൊക്കെ പൊടിഞ്ഞെടുക്കുന്നു. ഇതുവഴിയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ പോയതേ ഉള്ളൂ. ഞാൻ ഒരു മുനിയറ തേടി വന്നതാണ്, പക്ഷെ കണ്ടെത്താനായില്ല. ആനകൾ ഇവിടെ ഉണ്ട്. തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി പോയാൽ പ്രശ്നമാണ്. ഘോരവനമാണ്. ഉണ്ട് ആന ആ സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. കുറേ ദൂരമുണ്ട് താഴേക്ക്. ഇനി ഞാനിവിടെ തങ്ങിയാൽ ആന ചിലപ്പം വഴിക്ക് വട്ടം ചാടും. പിന്നെ വീട്ടിൽ പോക്ക് നടക്കില്ല. പണ്ടൊക്കെ ഇതിലിഷ്ടം പോലെ നടന്നിരുന്ന ആളുകളും ഒക്കെ ഇപ്പോൾ ആളുകൾ കയറാതായി. ഇവിടെ ഇങ്ങനെ ഉണക്കത്തടികളൊക്കെ ശേഖരിക്കാൻ കയറുമായിരുന്നു. ഇപ്പോൾ ആരും കയറാണ്ടായി. ഈ വഴികളൊക്കെ ആന നടക്കുന്ന വഴികളാണ്, ആനത്താര. അല്ലാതെ മനുഷ്യർ നടക്കുന്ന വഴികൾ ഇപ്പോൾ ഇല്ല. താഴേക്കുള്ള വഴി കണ്ടുപിടിക്കണം. ആനകൾ ക്രോസായിട്ട് നടക്കുള്ളൂ. നമുക്കുള്ള വഴികൾ താഴേക്കാണ്. കണ്ടുപിടിക്കണം, പോകണം. ഈ സൈഡിൽ ആനയുണ്ടെന്ന് തോന്നുന്നു. ഓടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാമായിരുന്നു ആദ്യം. എന്തായാലും ഇതുവഴി താഴേക്ക് പോവാം. വഴിയൊന്നുമില്ല, വനത്തിലൂടെ. ഇതും ഒരു ആനത്താരയാണ്. താഴേക്കുള്ള വഴിയൊന്ന് കണ്ടു വെക്കണം. ഇതുവഴിയാണെന്ന് തോന്നുന്നു താഴേക്കുള്ള വഴി, പുഴയിലേക്ക്. ഉണ്ടോ ഇതുവഴി തന്നെയാണ്. വഴി കണ്ടുപിടിച്ചു. ഒരാളും കൂടെ കൂട്ടുന്നില്ലാതെ ഇതുവഴി പോകുന്നത് അപകടകരമാണ്. മരം ഒടിഞ്ഞു കിടക്കുന്നത്. ഈ വടി ആന വരട്ടി എന്ന് പറയും. ഇത് നല്ല കോടത്തിനൊക്കെ ചുറ്റിയൊക്കെ കൈയിടാൻ പറ്റിയതാണ് ആന വരട്ടി. താഴേക്കൊരു വഴി കണ്ടുപിടിക്കണം. ഇതൊക്കെ ആനകൾ നടക്കുന്ന വഴികളേ ഉള്ളൂ കേട്ടോ. ഇതിലെ മനുഷ്യരാരും നടക്കുന്നില്ല. ചേല ചുറ്റിയ ഒരു മരം, മരുതുമരമായിരുന്നു. അത് ഉണങ്ങി തുടങ്ങി.
ചേല അതിനെ ആക്രമിച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മരവെട്ടി. ഈ കാണുന്ന ഒരു മരുത് മരമാണ്. മരുത്, അതിനപ്പുറത്തെ മരം പേരറിയില്ല. ആനപ്പിണ്ടം ഇട്ട് വെച്ചിരിക്കുന്നു. ആനപ്പിണ്ടം കണ്ടോ? മരങ്ങൾ ഒടിഞ്ഞാടി ഉണങ്ങിപ്പോയതാണ് ഇതൊക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ വിറക് ശേഖരിക്കാനായിട്ട് വരുമ്പോൾ ഇതൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ ആരും വനത്തിൽ കയറാറില്ല. വീണ്ടും ആനത്താര, ആന പിണ്ടങ്ങൾ. അപ്പോൾ ആനകൾ നടക്കുന്ന വഴികൾ മാത്രമേ ഉള്ളൂ ഇതിൽ. ഈറ്റകൾ കൊണ്ട് ആർച്ച് പണിതിരിക്കുന്നു. പുതിയ ഈറ്റകൾ വളർന്നു വരുന്നതാണ്. തടി ഒടിഞ്ഞു കിടക്കുന്നു. ഇവിടെ ചെറിയൊരു മരവെട്ടി നിൽപ്പുണ്ട്. മരവെട്ടി ഇതിൻ്റെ കായൊക്കെ എടുത്ത് ആദിവാസികൾ വിൽക്കുന്നതാണ്. ഇതിൻ്റെ കുരു പൊട്ടിച്ച്. മരവെട്ടിൽ കായുണ്ട്. ചെറിയ മരവെട്ടിയാണ്. കണ്ടോ? മരവെട്ടിക്ക കുറേ കിടപ്പുണ്ട്. പൂത്തതിന് ശേഷം ഉണങ്ങിപ്പോയി ഏറ്റുകൾ, ഈറ്റത്തൈകൾ വളർന്നു വരുന്നു. വള്ളികൾ, അതൊക്കെ ഊഞ്ഞാലാടാൻ വേണമെങ്കിൽ. മരങ്ങൾ, വള്ളികൾ. വീണ്ടും ആനത്താരയിലൂടെ ആനയുടെ സ്മെല്ലടിക്കുന്നുണ്ട്. അക്കരെ ഘോര വനങ്ങളപ്പുറേ. എൻ്റെ ഇടയ്ക്ക് കൃഷി സ്ഥലങ്ങൾ കാണാം. എൻ്റെ ഇടവഴി. ഇതിപ്പോൾ കണ്ട മരവെട്ടിയാണ് കേട്ടോ. എൻ്റെ വലിയ മരം. ഞാൻ സൗണ്ട് താഴ്ത്തി സംസാരിക്കുന്ന വനമാണ്. ഒച്ചയിട്ടാൽ മൃഗങ്ങൾ വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ ആന നടക്കുന്ന ആനത്താരകളാണ്. ഉണ്ടോ? ഇതെല്ലാം ആനത്താരകളാണ്. ഇതൊരു ജംഗ്ഷൻ. ജംഗ്ഷൻ കാണിച്ചു തരാം. മുകളിൽ കൂടെ ഒരു വഴി, ഇവിടുന്ന് ഒരു വഴി. താഴേക്ക് പോകാം. ഒരു തേക്കിനെയാണ് ആ ചേലമരം ചുറ്റി ഇരിക്കുന്നത്. തേക്ക് ഏറെക്കുറെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചേല മരം വളർന്ന് പന്തലിച്ചു. അതിനോട് ചേർന്നതേ
വെള്ളിലാവ് വെന്തേക്കെന്നൊക്കെ പറയും. ഇത് ചേർന്ന് നിൽക്കുന്നത്, അതിൻ്റെ ചുവട്ടിൽ ആന കൊമ്പുകൊണ്ട് കുത്തി പൊളിച്ച പാടുകളൊക്കെ കാണാം. കണ്ടോ, ആന കൊമ്പുകൊണ്ട് കുത്തി പൊളിച്ച പാടുകളാണിത്. ഈറ്റക്കാടുകളിലൂടെ, ഈറ്റത്തൈകളിലൂടെ താഴേക്ക് പോകണം. വഴി അല്പം തെറ്റില്ല. വഴിയില്ല നിലവിൽ, അതാണ് പ്രശ്നം. വെറുതെ അങ്ങോട്ട് നടക്കുന്നു. വീണ്ടും ആനകൾ സംഗമിക്കുന്ന ഇടം തെളിഞ്ഞു കിടക്കുന്നുണ്ട്. ആനകൾ, ബ്ലാവ്, കിരട, ഇവിടെയൊക്കെ കാൽപ്പാടുകളും കാണാം. താഴെ പുഴ കാണാം. ഒരു ചേല ചുറ്റിയ മരം, അത് മരുത് മരമാണ്. പുഴയുടെ ശബ്ദം കേൾക്കാം. ഇപ്പോൾ പേടിയില്ല, വനത്തിൽ നിന്ന് കുറേ താഴേക്ക് പോകുന്നു. ഈറ്റത്തൈകൾക്കിടയിലൂടെ ഒരു യാത്ര. ഇതാ ഒരു തേക്ക് മരം നിൽക്കുന്നു, നല്ല സൂപ്പർ തേക്ക്. ആ വലിയ ഹൈറ്റുള്ള മരം നടുക്കിരിക്കുന്ന തമ്പകം. ഇത് മരുത്. ഇപ്പറേ ചെരിഞ്ഞൊടിഞ്ഞ് നിൽക്കുന്നത് പുന്ന. തേക്ക് മരത്തിൻ ചുവട്ടിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. നല്ല സൈസ് തേക്കാണ്. ഒരു മരം ഒടിഞ്ഞാടിയ. പുഴയുടെ നല്ല സൗണ്ട് കേൾക്കാം, സംഗീതം. ഇവിടെ എന്തോ മൃഗത്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ആനയല്ല. ആനയുടെ സ്മെല്ലും ഉണ്ട്. അപ്പുറേ ഒരു തോടും വെള്ളച്ചാലും ഉണ്ട്, അവിടെ കാണും ചിലപ്പം. കണ്ടോ, മരത്തിലൊക്കെ ആന പുറം ഭാഗങ്ങളൊക്കെ വരച്ച് പാടുണ്ടോ. ഇത് മണിമരുത്. ഇത് ഞാവലിൻ്റെ വംശത്തിൽപ്പെട്ട ഞാറ എന്ന് പറഞ്ഞ മരമാണ്. ഞാറ മരം. അത് ഞാവൽ പഴം പോലെ പഴം ഉണ്ടാവും, അധികം ഉണ്ടാവില്ല, കുറച്ചുണ്ടാവുള്ളൂ. കഴിക്കാം, കുഴപ്പമില്ല. ഇതായിരുന്നു പണ്ട് ഇതിലായിരുന്നു ഇറങ്ങി പോരുന്ന വഴി. ഇപ്പോൾ ആരും കയറാതുകൊണ്ട് വഴിയില്ല, വനമായി. ഇനി മൃഗങ്ങൾ നടക്കുന്ന വഴിയെ നമുക്ക് നടക്കാം. ഇതുവഴി ഈ മരം താന്നി മരം, നല്ല ഹൈറ്റാണ്. നമ്മൾ പുഴയിലെത്തി. ഇതാ റബ്ബർ തോട്ടങ്ങൾ. ആൾത്താമസമില്ലാത്ത വീടൊക്കെ ആന കുത്തി പൊളിക്കും. താമസമുള്ള വീട് കുഴപ്പമില്ല. ഇതൊക്കെ ആനയും മൃഗങ്ങളൊക്കെ ഇറങ്ങി വിടുന്ന വഴി കേട്ടോ. വട്ടമരം, വട്ടയില.
ആനത്താരകൾ. ഇതിലെ അങ്ങോട്ടുമ്പോൾ ഇതിലെ താഴേക്കുമ്പം ഈ സൈഡിൽ നിന്ന് ഒരു കവലയെന്ന് പറയാം ആനയുടെ. ആന ഇറങ്ങുന്ന വഴിയാണിത്. ആന, പ്ലാവ്, ഇതിൻ്റെ കാൽപ്പാടെ കാണും. പുഴയുടെ സംഗീതം കേൾക്കാം. കട്ടിങ്. ഓക്കെ ബൈ കൂട്ടുകാരെ, പിന്നെ കാണാം.